ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലവ് ഷോട്ട് ബൈ ഗോപിക. അപ്പോൾ ഇത് കഴിഞ്ഞ സൺഡേയിൽ ഞങ്ങളൊരു യാത്ര പോയതിൻ്റെ വീഡിയോ ആണ്. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടില്ലായിരുന്നു, എടത്വാപ്പള്ളിയിൽ പോകുന്നത് ആ ദിവസത്തെയാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ ഒരു 10:30-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇത് കാറിൽ ഞങ്ങളുടെ കലാപരിപാടികളാണ്. ആദ്യമേ ഞാൻ ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്നത്, അച്ചും കൂടി ബാക്കിലിരിക്കും. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് തികയുന്നതിന് മുന്നേ തന്നെ അച്ചു ഫ്രണ്ടിലോട്ട് വന്നിട്ട് എന്നെ അവിടെ നിന്ന് തള്ളി മാറ്റി ബാക്കിലോട്ടാക്കും. എന്നിട്ട് അവൻ ഫ്രണ്ടിലിരിക്കും. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവൻ ബാക്കിലോട്ട് വരും. ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഇവൻ ഫ്രണ്ടിലോട്ട് പോവും, ബാക്കിലോട്ട് വരും, പിന്നെ ഫ്രണ്ടിലോട്ട് പോവും. ഇത് തന്നെയാണ് കാറിൻ്റെ അകത്ത്. ഇതിപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേക്കും കാണിക്കുന്ന ഓരോരോ ഗോഷ്ഠികളിയാണ്. സച്ചു അവിടെ സൈഡായി, കാരണം ആൾക്ക് കാറിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസിയും ഒരു തലവേദനയൊക്കെ വരുവേ. വണ്ടിച്ചുരുക്കമുണ്ട്, എനിക്കും ഉണ്ട്, അതുപോലെ തന്നെയാണ് അവനും. അച്ചുകൂട്ടൻ ഓരോരോ കളികളൊക്കെ കഴിഞ്ഞ് ആൾ പതിയെ ഉറങ്ങിത്തുടങ്ങി കേട്ടോ. അങ്ങനെ ആൾ നല്ല ഉറക്കമായി. അപ്പം ഞങ്ങൾ ആദ്യം പോകുന്നത് നമ്മുടെ ആറ്റുമുഖം ഷാപ്പിലോട്ടാണ്. ഷാപ്പെന്ന് പറയുമ്പോഴത്തേക്ക് ആരും തെറ്റിദ്ധരിക്കരുത്, അതൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് കൂടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കണ്ട കാഴ്ച ഇതാണ്. കാരണം ഒത്തിരി ആളെന്ന് വെച്ചാൽ ഒത്തിരി എന്നൊന്നും അല്ല, ഒരു 10,000-ന് മേളിൽ ആളുണ്ട് അവിടെ. ഞാൻ ഓർത്തു സൺഡേ ആണ്, പക്ഷെ എന്നാലും അന്ന് നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്തു മഴയൊക്കെ ആയതുകൊണ്ട് ആരും തന്നെ കാണത്തില്ലായിരിക്കും എന്ന് ഓർത്തത്. പക്ഷേ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ലായിരുന്നു, അത്രയ്ക്ക് ആളായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനത്തെ ഷാപ്പിൻ്റെ അകത്ത് കയറി. ഇതാണ് അവിടെ കണ്ട കാഴ്ച. അതായത് ഒത്തിരി ഫുഡുണ്ടായിരുന്നു. ഫുഡെന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണിയാൽ തീരത്തില്ല, അത്രയും കറികളുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് ആവശ്യമുള്ളതിനൊക്കെ ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ അവിടുത്തെ പരിസരമൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് പോയി. അപ്പോഴത്തേക്കും തോട്ടിലൊക്കെ നിറച്ച് മീനാണ്. ഇത് കണ്ടോ, ഒരു വരാലാണ്. സച്ചു അപ്പോഴത്തേക്കും എന്നോട് പറയുമായിരുന്നു, അവൻ റോഡാൻഡ്രിയിൽ അവനുണ്ട്, അപ്പോൾ അതും എടുത്തുകൊണ്ട് പോരാന്ന് അവൻ നേരത്തെ വീട്ടിൽ വെച്ച് പറഞ്ഞത്. അപ്പം ഞങ്ങൾ സമ്മതിച്ചില്ല, മഴയല്ലേ, ചൂണ്ടയൊന്നും ഇടാൻ പറ്റില്ല, പിന്നെ വണ്ടിയിൽ അതൊക്കെ വെച്ചുകൊണ്ട് വരണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഇച്ചാനെ സമ്മതിച്ചില്ല. പക്ഷെ അവിടെ ചെന്ന് ഈ മീനെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഓർത്തു, അവൻ പറയുന്ന പോലെ റോഡാൻഡ്രിയിലും കൂടി എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ കുറച്ച് മീനൊക്കെ പിടിക്കായിരുന്നു എന്നൊക്കെ ഓർത്തു ഞങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ അവനെ സമാധാനിപ്പിച്ച് ഞങ്ങളത് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം ഈ റെസ്റ്റോറൻറ്റ് ബാക്കിൽ നമ്മുടെ ഈ കായലിൽ തന്നെയാണ്. 2 സെറ്റായിട്ടാണ് നമുക്ക് ഇരിക്കാൻ പറ്റുക. ഒന്ന് ഷാപ്പിൽ തന്നെ ഇരിക്കാം, റെസ്റ്റോറൻറ്റ് അകത്ത് തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ ഇത് ബാക്കിൽ ഇത്രയും മനോഹരമായിട്ട് കാഴ്ചയൊക്കെ കണ്ടിട്ട് നമുക്ക് ബോട്ടിലിരിക്കാൻ പറ്റും. ബോട്ടെന്ന് പറഞ്ഞാൽ ഒരു 4-5 ബോട്ടുണ്ട്, വലിയ ബോട്ടാണ്. അതിങ്ങനെ നിരത്തിയിട്ടിട്ട് അതിൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ്. അപ്പം ഞങ്ങൾക്കിതാണ് ഇഷ്ടപ്പെട്ടത്, കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാമല്ലോ, അതൊരു രസമല്ലേ. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി. അപ്പം നമ്മളുടെ ആ ഒരു സീൻ കുറച്ചുകൂടി ഒരു ബ്യൂട്ടിഫുള്ളായി കേട്ടോ. കാരണം മഴയത്ത് കായലിൻ്റെ നടുക്ക് ഇതുപോലെയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്, അതൊക്കെ ഒരു വേറെ ഒരു ത്രില്ല് തന്നെയല്ലേ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തു, കാരണം അത്രയ്ക്ക് ആളായിരുന്നേ. ഒത്തിരി ആളായിരുന്നു വെച്ചാൽ ഒത്തിരി ആളുണ്ടായിരുന്നു. സൺഡേയും കൂടി ആയതുകൊണ്ടായിരിക്കും, കൂടുതലും ഫാമിലീസായിരുന്നു കേട്ടോ. ഫാമിലീസായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴത്തേക്കും ഈ സ്പീഡ് ലാഞ്ചി ഉണ്ടല്ലോ, സ്പീഡ് ലാഞ്ചി, ആ ബോട്ട് അതിങ്ങനെ നമ്മുടെ ഈ ഫുഡ് കഴിക്കുന്ന ബോട്ടിൻ്റെ സൈഡിൽ കൂടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സ്കിഡ് ചെയ്യുന്ന പോലെ ചെയ്യുവേ. നമ്മൾ ഈ സൈക്കിളും ബൈക്കൊക്കെ ആൾക്കാർ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ഈ സ്പീഡ് ലാഞ്ചിയും ബോട്ടിലിങ്ങനെ ചെയ്യും. കാണുമ്പോൾ നമുക്ക് പേടി വരും, ഇത് ഇപ്പോഴെങ്ങനെ അത് മറിയുമോ, അതിലുള്ള ആൾ വീഴുമോ എന്നൊക്കെ നമുക്കൊരു ടെൻഷൻ വരും. കാരണം അതുപോലെ അവർ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അവരങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ തിര ഇങ്ങനെ അടിച്ചിട്ട് നമ്മളിരിക്കുന്ന ബോട്ട് ഇതിങ്ങനെ അനങ്ങും. അപ്പോഴത്തേക്കും നമുക്കൊന്നും ചെറുതായിട്ടൊരു തലകറക്കം പോലെ തോന്നും. കാരണം ഈ ബോട്ട് ഇങ്ങനെ ഇരുന്ന് അനങ്ങുമ്പോഴത്തേക്കേ നമുക്ക് എന്തോ മാതിരി തോന്നും തലയ്ക്ക്. അപ്പോൾ അവരങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളതിൽ കയറുമല്ലോ. അങ്ങനെയാണ്. അതിന് എന്തോ ഹവേഴ്സ് അനുസരിച്ചാണ് കേട്ടോ പൈസ, മണിക്കൂറിന് ഇത്ര പൈസ, അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഒത്തിരി പേരൊക്കെ അതിൽ കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഫുഡ് വന്നേ. നമ്മൾ പാലപ്പം, കള്ളപ്പം, പിന്നെ പാൽക്കപ്പ, നോർമൽ കപ്പ, ചിക്കൻ റോസ്റ്റ്, പിന്നെ എന്തുവായിരുന്നു, നമ്മുടെ ഡക്ക് മപ്പാസ്, പിന്നെ അതേ കാളാഞ്ചി എന്തുവായിരുന്നു, കാളാഞ്ചി പൊള്ളിച്ചതായിരുന്നേ. കാളാഞ്ചി പൊള്ളിച്ചത്, നെയ്മീൻ കറി, പിന്നെ തലക്കറി.
ഇത്രയായിരുന്നു പറഞ്ഞത്. അപ്പം അതെല്ലാം വന്നു. പിന്നെ ഒരു സാധനം കൂടി എന്തുവായിരുന്നു, കൂന്തലും കൂടി ഉണ്ടായിരുന്നേ. കൂന്തലുമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് മൃഷ്ടാനം കഴിച്ചു. പിന്നെ സുരാജിൻ്റെ ഡയലോഗും എനിക്ക് ഓർമ്മ, കണ്ണും കണ്ടൂടെ ചെവിയും കേൾക്കൂടെ ശിവനെ ഇതേത് ജില്ല എന്നുള്ളൊരു ഡയലോഗില്ല, അത് എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ അവിടുന്ന് കഴിച്ച് ഞങ്ങൾ പതുക്കെ പള്ളിയിലോട്ട് വന്നേ, നമ്മുടെ എടത്വാപ്പള്ളിയിൽ നമ്മൾ വന്ന് ആ സമയത്തേക്കൊക്കെ നല്ല മഴയുണ്ടായിരുന്നേ. പിന്നെ ഒരു രസമായിരുന്നു മഴയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് വരാനൊക്കെ ഒരു പ്രത്യേക രസമായിരുന്നു. അങ്ങനെ പള്ളിയിൽ വന്നു. അപ്പം ഞാൻ ഷോർട്സിൽ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ കൊല്ലവും മുടങ്ങാതെ വരുന്നൊരു പള്ളിയാണ് എടത്വാപ്പള്ളിയെ. അപ്പം ഇത്തവണ നമുക്ക് പെരുന്നാളിൻ്റെ സമയത്തൊന്നും വരാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആദ്യ കുർബാനയുടെ തിരക്കും അതൊക്കെ കൊണ്ട് നമുക്ക് ആ ഒരു സമയത്ത് വരാൻ പറ്റിയില്ല. പിന്നെ നമ്മളത് പള്ളിയിൽ വന്ന് പതുക്കെ പള്ളിയുടെ അകത്തോട്ട് കയറി തിരിയൊക്കെ കത്തിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് നേരം പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചു, നേർച്ചയൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ നടക്കുമായിരുന്നു. പള്ളിക്കകത്താണെങ്കിൽ ഒത്തിരി ആളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളോർക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞത് കൊണ്ട് ആളൊന്നും കാണത്തില്ല എന്നാണ് ഓർത്തത്. പക്ഷേ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. ഇത് പിന്നെ ക്രൈസ്തവർ മാത്രമല്ലല്ലോ, എല്ലാവരും കൂടിയുള്ള അക്രൈസ്തവരും ഉണ്ടാകും ഒത്തിരി പേര്. നമ്മുടെ അർത്തുങ്കപ്പള്ളിയിലൊക്കെ വരുന്ന പോലെ തന്നെയാണ് കേട്ടോ. അത്രയും അതേപോലത്തെ ഒരു ഫീല് തന്നെയാണ് ഇവിടെ വരുമ്പോഴും. ഒരു വലിയൊരു തീർത്ഥാടന കേന്ദ്രമല്ലേ, അപ്പം അതിൻ്റേതായിട്ടുള്ള ആൾ പള്ളിയിലുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കേരളീയരിലെ കൂടാതെ തന്നെ നമുക്കിവിടെ തമിഴ്നാട്ടുകാരെ ഒത്തിരി പേരെ കാണാം കേട്ടോ. അപ്പം തമിഴ്നാട്ടുകാരും കൂടി ചേർന്നാണ് ഇവിടെ പെരുന്നാൾ നടത്തുന്നത്. അവർ തമിഴ്നാട്ടുകാർ പിന്നെ നമ്മുടെ കൊടിയേറ്റിന് മുന്നേ തന്നെ ഇവിടെ വന്ന് താമസിച്ചാണ് ഇവിടെ പെരുന്നാൾ കൂടുന്നത്. അപ്പം ഞങ്ങൾ പള്ളിക്കകത്തുനിന്ന് പ്രാർത്ഥിച്ചു ഇതേ പുറത്തോട്ടിറങ്ങി അടിമ വെക്കാനായിട്ട് നിൽക്കുവാണ്. അടിമ വെക്കാനും ക്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ അടിമയൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് പുറത്തെ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി. അപ്പോൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നേ. കാരണം എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ മൊത്തത്തിലൊക്കെ ഒന്ന് കറങ്ങി ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നതാണ്. ഇത്തവണ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അച്ചു ഭയങ്കര ബഹളം. കാരണം അച്ചു വരുന്ന വഴിക്ക് തന്നെ അവൻ ടോയ്സൊക്കെയുള്ള കടയൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ അവൻ ഇഷ്ടപ്പെട്ട എന്തോ ടോയൊക്കെ അവൻ കണ്ടുകൊണ്ട് അത് വേണമെന്നും പറഞ്ഞുള്ള വാശിയായിരുന്നു. അപ്പോൾ ഇച്ചേൻ എന്നോട് പറഞ്ഞു, അന്ന് നീ ഇവിടെ നിന്ന് ഇതൊക്കെ കാണേ, അപ്പോഴത്തേക്ക് ഞാൻ അവന് പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പതുക്കെ അവരുടെ അടുത്തോട്ട് ചെന്നേ. അപ്പം അച്ചുവിനാണെങ്കിൽ ആ കട ഫുള്ള് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ആ തരത്തിലാണ് അച്ചു നിൽക്കുന്നത്. ഇങ്ങനെ ഇച്ചാൻ കാണാത്ത സാധനമൊക്കെ അവനിങ്ങനെ വിളിച്ച് കാണിക്കുകയാണ് ഓരോ സാധനങ്ങളും. അവനെന്ന് വെച്ചാൽ ആനിമൽസിനെയാണ് അവന് കൂടുതൽ ഇഷ്ടം. ആനിമൽസിൻ്റെ എന്ത് സാധനമാണെങ്കിലും അച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവനിഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഏരിയ എത്തി. ഞാൻ ആകപ്പാടെ വാങ്ങിക്കുന്ന സാധനം ഇതാണ്. എനിക്ക് കമ്മൽ കണ്ടു കഴിഞ്ഞാൽ ഭ്രാന്താണ്. ഒത്തിരി കമ്മൽ കളക്ഷൻ എനിക്കുണ്ട് കേട്ടോ. ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല. ഒരു 5-6 കൊല്ലം മുമ്പേ വാങ്ങിച്ച കമ്മൽ തൊട്ട് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് അതൊക്കെ ചീത്തയായെങ്കിലും എനിക്ക് കളയാൻ തോന്നാറില്ല. എല്ലാം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ സച്ചുവിന് വേണ്ടത് ഇതൊക്കെയാണ്, മാല, മോതിരം, ഇതൊക്കെയാണ് അവൻ്റെ സാധനങ്ങൾ. അങ്ങനെ അവനും വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഓരോ ഐസ്ക്രീം കഴിക്കാനാണ്. മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും ഐസ്ക്രീം കടക്കാർക്കൊക്കെ നല്ല കച്ചവടമായിരുന്നു. കാരണം അവിടെയൊക്കെ നല്ല ആളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പം ഞാനും അച്ചുകൂട്ടനും കൂടി അവിടെ ഇരുന്ന് കഴിക്കുവാണ്. ഞങ്ങൾ എന്തായിരുന്നു, കുക്കീസായിരുന്നു വാങ്ങിച്ചത്. കുക്കീസിൻ്റെ ആയിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ ഇച്ചേനും സച്ചു അവിടെ ചർച്ച നടക്കുന്നതേ ഉള്ളൂ, ഏത് ഫ്ലേവർ വാങ്ങിക്കണമെന്ന്. സച്ചു വാങ്ങിച്ചു. ഇച്ചേൻ അവിടെ ആലോചിച്ച് കഴിഞ്ഞിട്ടില്ല, ഏതാ വാങ്ങിക്കേണ്ടതെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ കഴിച്ച് കഴിയാറായി. അപ്പോഴത്തേക്കും അച്ചു വാങ്ങിച്ച സാധനങ്ങളൊക്കെ എന്നെ കാണിച്ചിട്ട് ഇത് ഇന്നതെന്നൊക്കെയാണെന്ന് പറയുവാണേ. ഓട്ടോറിക്ഷ, പിന്നെ സ്പൈഡർമാൻ, പിന്നെ ഒരു 2 കവർ ആനിമൽസിൻ്റെ സാധനങ്ങൾ, ഇതെല്ലാം വീട്ടിലുണ്ട് കേട്ടോ. ഇതൊക്കെ അവനുള്ളതാണ്. എങ്കിലും അവൻ അതൊന്നുകൂടി വാങ്ങിച്ചു. പിന്നെ സച്ചു പോണ വഴിക്ക് കണ്ടതാണ് ഈ ചൂണ്ടയുടെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കട. ചൂണ്ടയുടെ മാത്രമല്ല, ഈ മീൻ പിടിക്കുന്ന സാധനങ്ങളൊക്കെ, വല, അങ്ങനെയുള്ള എല്ലാം ഉള്ളൊരു കടയുണ്ട്. അപ്പോൾ അവൻ അവിടെ കയറി അവൻ്റെ റോഡാണ്ടിയിൽ നിന്നുള്ള ഫ്രോഗ്, പഴയ ഫ്രോഗിന് എന്തോ പറ്റി. അപ്പം അവന് പുതിയത് വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇച്ചേൻ അത് വാങ്ങിക്കാനായിട്ട് അവനെയും കൊണ്ട് കടയിൽ കയറിയതാണ്. അവൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അവന് വേണ്ടത്. അങ്ങനെ പുതിയ ഫ്രോഗ് വാങ്ങിച്ചു. ഇപ്പം മൊത്തം 3 ഫ്രോഗ് എങ്ങാണ്ടുണ്ട് അവൻ്റെ കയ്യിൽ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി അമ്പലപ്പുഴ വഴിയാണ് വരുന്നത്. അങ്ങനെ വരുന്ന വഴിക്ക് സച്ചു
വൊമിറ്റ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് കണ്ടൊരു കടയിൽ നിന്ന് അവന് സോഡ നാരങ്ങയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ദേ ഹിച്ചേൻ എനിക്ക് കാറിലോട്ട്, അച്ചുക്കുട്ടൻ ഉറങ്ങിയായിരുന്നു, എൻ്റെ മടിയിൽ കിടക്കുവാണ് അവൻ. അപ്പോൾ കാറിലോട്ട് എനിക്ക് കൊണ്ടുവന്ന് സോഡ നാരങ്ങ തന്നത്, സർബത്ത് തന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ചായ കുടിക്കാൻ പോയി. കാരണം ഇച്ചേനും വേണ്ട, എനിക്ക് അത്യാവശ്യമായിരുന്നു. കാരണം എനിക്ക് തലവേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ ഒരു 4:30-5 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ചായ കുടിച്ചാൽ അതെന്തോ ഒരു ഉന്മേഷമാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് തലവേദന ഉള്ളപ്പോഴത്തേക്കും എനിക്ക് ഈ വെള്ളം കുടിച്ചാലൊന്നും എനിക്ക് കേൾക്കാറില്ല. എനിക്കൊരു ചായ കുടിച്ചാലൊരു ആശ്വാസം തോന്നാറുണ്ട്. അങ്ങനെ ഞാനും സച്ചുവും കൂടി ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ പോയത് നമ്മുടെ റെയിൻബാനിലോട്ടാണ്, അതിരടി സിനിമ കാണാനായിട്ട്. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും നേരത്തെ ഷോ ആയിരുന്നു. ഷോ കഴിഞ്ഞിട്ട് ആൾക്കാർ ഇറങ്ങുന്നൊരു ടൈമായിരുന്നേ. 5:55 ഞങ്ങളുടെ ഷോ ടൈം. അപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നു, വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുവാണ്. സിനിമേനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ കൊള്ളാം കേട്ടോ, നല്ല സിനിമയായിരുന്നു. ബേസിലിൻ്റെ ഒരു വെറൈറ്റി സിനിമയായിരുന്നു. പിന്നെ ടോവിനോയുടെ വില്ലൻ ക്യാരക്ടർ നന്നായിട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ സിനിമ കൊള്ളായിരുന്നു. ഒരു ക്യാമ്പസ് സ്റ്റോറി ആയിരുന്നു, നല്ല സിനിമയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒത്തിരി ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നേ. ക്യാമ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന അല്ലെങ്കിൽ ക്ലീഷേ ആയിട്ടുള്ള ക്യാമ്പസ് സ്റ്റോറിയല്ല, അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള കഥയായിരുന്നേ. കഥ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതുകൊണ്ട് കഥ പറയുന്നില്ല. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്, പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോയി. ഇരുന്ന് കഴിക്കാനൊന്നും ആർക്കും ഒരു മൂഡില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി.